ഇതങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് ചീകി അങ്ങോട്ട് വറുത്തെടുത്താലുണ്ടല്ലോ എന്നാ പറയാനാ. എന്റെ ദൈവമേ, ചക 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 ചകാന്ന് അരിഞ്ഞിടുവോ? ഇത്ര ഈസി ആയിരുന്നു ഇത് അരിയാൻ. കുറച്ച് ഉപ്പ് വെള്ളത്തിനകത്ത് കലക്കി വെക്കണേ. നമ്മൾ കോരി എടുക്കുമ്പോൾ ഉപ്പ് ശകലം കുടഞ്ഞിട്ട് എടുക്കണം. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ഏത്തയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രഷ്. ചേട്ടാ എന്തോ ചേട്ടാ കുറെ നേരം കൊണ്ട് എന്തോ എന്തോ എന്ന് പറയുന്നു. ഒന്ന് വാ ചേട്ടാ. അല്ല എന്തോ ഇവിടെ നടക്കുന്നത്? ചേട്ടാ ഇതൊന്ന് പൊളിച്ചതാ ചേട്ടാ. എന്തോ എങ്ങനെ കൊള്ളാവല്ലോ. ചേട്ടൻ പൊളിച്ചതാ. ഹലോ ഫ്രണ്ട്സ്, അത് വേണ്ട മോളെ, ഞാൻ നീ തന്നെ അങ്ങ് കംപ്ലീറ്റും നീ പൊളിച്ച് നീ വറുത്താൽ ഉണ്ടാക്കാൻ പോയ ടീമാണ്. സമയമെടുക്കും, അത് ശരിയാണ്. ഉപ്പേരിയല്ല, എന്നാലും നൈസായിട്ടൊന്ന് നോക്കിട്ട് വരാം. ചേട്ടോ എത്ര നേരം കൊണ്ട് ചേട്ടാ ഒന്ന് പൊളിച്ചതാ ചേട്ടാ. നടക്കത്തില്ല, ഞാനത് ചെയ്തില്ല. അയ്യോ എനിക്ക് വയ്യ, മോളെ വിളിക്കുക. പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യെ മൊത്തം കറ പറ്റും. ഒറ്റയ്ക്ക് ഞാൻ ചെയ്തോണ്ടാ. ഇതെന്താ സംഭവം മോളെ? ഇത് ഞാൻ പൊളിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇവിടെ കത്തിയില്ല, നൈഫില്ല, ഒന്നുമില്ല. ഞാൻ ഇതെങ്ങനെ പൊളിക്കും? എന്താ ഇവിടെ ബഹളം? ഇവിടെ എന്താണ് ഇവിടെ? ഈ കാ പൊളിച്ചു കൊടുക്കണമെന്നാ മമ്മി പറയുന്നത്. എടുക്ക. അപ്പം ഞാൻ അത് കാണിച്ചു തരാം. ഒരെണ്ണം എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് പോന്തണം. പോന്തി കഴിയുമ്പോൾ പോള പോലെ ഇളകി വരും. ഓക്കേ. ഇങ്ങനെ ഇളകി വന്നു കഴിഞ്ഞ് പിന്നെ ഇവനെ ശരിക്കായില്ല. അപ്പം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പോന്തി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പൊളിക്കണം. ഈ പപ്പ ഇപ്പൊ ഒരു ടെക്നിക്ക് ചെയ്തായിരുന്നു. ആ പോള ഇങ്ങനെ വെച്ചിട്ടല്ലേ അങ്ങനെ കീറണം, എന്നാലേ അത് ശരിക്കും വരുള്ളൂ. കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഷേപ്പ് മാറാതെ. സാധാരണ പൊളിക്കുമ്പം നഖം മുറിഞ്ഞ് ഷേപ്പ് എല്ലാം പോയി. അങ്ങനെ വരരുത്. അങ്ങനെ വന്നാൽ ഒരു ഭംഗി കാണത്തില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ ഇത് നല്ല ഫ്രഷ് ആയതുകൊണ്ടേ തൊലി വരാൻ ഇച്ചിരി പാടാണ്. ഒന്ന് വാടിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു വന്നേനെ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ഓണ സമയത്ത് നമ്മൾ പല വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട്, ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ബിസി ആയിരിക്കും. ആ സമയത്തൊന്നും നമുക്ക് ഈ എന്താണ് ഏത്തയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാനുള്ള ഒരു ഗ്യാപ്പോ സമയമൊന്നും കിട്ടത്തില്ല. അത് കാരണം നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കിച്ചൺ വർക്ക് എന്ന് പറയുന്നത് ക്ഷമയോട് കൂടി ചെയ്യണം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിരിക്കണം. ഇൻഗ്രീഡിയൻസ് അത് കൂടിയാലോ കുറഞ്ഞാലോ അത് ചളവാകും. ഇതങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് ചീകി അങ്ങോട്ട് വറുത്തെടുത്താലുണ്ടല്ലോ എന്നാ പറയാനാ. ഇത് ഇങ്ങനെ പൊളിച്ചെടുത്താൽ മാത്രം പോരാ. സ്വല്പം മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇടണം. കാരണം എന്നിട്ട് ഒരു ഇളം മഞ്ഞ വരും. അത് വറുത്ത് കഴിയുമ്പോൾ നല്ല ഗോൾഡൻ കളറായിരിക്കും. മോക്ക് വേറൊരു കാര്യം പറയണോ? ഇവളെ മാരേജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ കിച്ചണി ചറവറന്ന് ഓരോന്ന് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോൾ പിന്നെ ഈ വനിത വീക്കിലി വരുത്തും. അപ്പോൾ അതിൽ നോക്കുക സാമ്പാറിന് ഇടേണ്ട എന്തൊക്കെ ചേരുവയാണെന്ന്. ഞാൻ വിചാരിച്ച എൻ്റെ ജീവിതം കട്ടപ്പോകയായി പോയി. കാരണം നാട്ടിൽ നിന്ന് കെട്ടിയ ഒരു പെണ്ണിന് സാമ്പാറിൻ്റെ ചേരുവ ചേർക്കാൻ അറിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ? അതുപോലും അറിയില്ലയോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. പിന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാൻ തുടങ്ങി. അപ്പൊ സത്യം പറയാലോ, അപ്പൊ എനിക്ക് ഇച്ചിരി സ്നേഹവും കൂടി. മൺകുട്ട പിന്നെ മാര്യേജ് കഴിഞ്ഞേ പിറ്റേ ദിവസം ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുക്കന്റെ വീട്ടിലോട്ട് ആൾക്കാരൊക്കെ വരും. അപ്പം ഞങ്ങളുടെ കുട്ടനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മീനൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചെറിയ ചെറിയ വരാല്, കാരി, പിന്നെ കല്ലുമുട്ടി അങ്ങനെയൊക്കെ ഉള്ള മീനെ കാണത്തുള്ളൂ. ചേട്ടന്റെ അമ്മയുണ്ടല്ലോ എന്നെക്കാട്ടി നീളമുള്ള ഒരു മീൻ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് കിച്ചണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നല്ലേ, മോക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ. ഞാൻ എന്റെ ദൈവമേ, ഞാൻ ഓർക്ക് ശരിക്കും ഞാൻ സ്വപ്നമാണോ കാണുന്നത്, എന്നോട് തന്നെ അടയും പറയുന്നത്. ഇത്രയൊരു മീൻ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ. അപ്പൊ കുറച്ച് കഴിഞ്ഞ് എന്നെ കാണാതായപ്പോ ചേട്ടൻ തപ്പി നടക്കുവാ. ഞാൻ എന്ത് ചെയ്യുന്നത്, ബെഡ്റൂമിനകത്ത് കയറി ഇരുന്ന് കരച്ചിലോട് കരച്ചില്ല. എന്നോട് ചോദിച്ചു, എന്തിനാ
എന്താ കരയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് എന്നെക്കാട്ടി വലിയൊരു മീനും കൊണ്ട് വന്നിട്ട് അമ്മ പറയുക ഇത് കറി വെച്ചിട്ട് വരുന്നവർക്കൊക്കെ മോടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇത്ര ഒരു മീൻ കണ്ടിട്ട് പോലും ഇല്ല. ഇതെല്ലാം ഈ ഉണ്ടാക്കുന്ന കാര്യം. ശരി. അപ്പൊ അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പപ്പ പറഞ്ഞു അമ്മ വെറുതെ പറഞ്ഞതാ മോനെ. അല്ല മോനെന്നല്ല, അമ്മ വെറുതെ പറഞ്ഞതാ. എന്റെ മോനും എല്ലാം വെച്ചു കൊടുക്കാൻ അറിയുന്ന പെണ്ണാണോന്ന് അറിയാൻ വേണ്ടി വെറുതെ. അത് ശരി. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, മമ്മിയുടെ ഈ സ്വഭാവം തന്നെയാണ് എനിക്ക് കിട്ടിയത്, ചുമ്മാ അല്ല. എന്നാ ശരി മതി, നമുക്ക് ഇനി ഇവിടെ പണിയുണ്ട്, നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഞാനിത് തൊലി കളഞ്ഞിട്ട് ഞാൻ മഞ്ഞൾ കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിൽ നിന്നെടുത്ത് നമ്മളിത് ഒന്ന് തോർന്നതിന്റെ ശേഷം, അത് ഉണങ്ങിയതിന്റെ ശേഷം നമ്മൾ ചീകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് ഇത് വീണാലേ പൊട്ടും, അത് പിന്നെ ഡേഞ്ചറാണ്. അത് കാരണം ഇത് ഒന്നേ നല്ല തുണി കൊണ്ട് തുടയ്ക്കുകയോ അല്ലെങ്കിൽ ഉണങ്ങാൻ വെക്കുകയോ ചെയ്യണം. നല്ലപോലെ ഈർപ്പം പോയതിൻ്റെ ശേഷം ഇത് ചീകണം. നല്ലപോലെ എണ്ണ തിളച്ചതിൻ്റെ ശേഷം ഇത് ചീകിടാവുള്ളൂ. അപ്പൊ ശരിക്കെല്ലാം ഒരേപോലെ തന്നെ. അപ്പൊ എന്റെ ജോലി തൽക്കാലം ഞാൻ ഇവിടെ ശരി ശരി ശരി. പപ്പ ഇത്രയും ജോലി ഇല്ലില്ല, പപ്പ ഇത്രയും ജോലി ചെയ്തു. ഓക്കെ ശരി, താങ്ക് യു പപ്പ. പപ്പ മമ്മീനെ ഇത്ര സഹായിച്ചില്ലേ. ശരിയാണ്, ഇതൊക്കെ നമ്മുടെ കർത്തവ്യമല്ലേ. ഓ മൈ ആക്ച്വലി സംഭവം എന്താന്ന് വെച്ചാൽ ഓണത്തിന്റെ അല്ല, എപ്പം തൊട്ടിട്ട് ഇങ്ങനെ റിട്ടയർഡ് ലൈഫ് ആയില്ല, അത് കഴിഞ്ഞ ശേഷം ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഭക്ഷണങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാസത്തിൽ കയറുമ്പോൾ 2-3 ദിവസത്തേക്കിനെ വരുള്ളൂ. അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഞങ്ങൾ വെച്ചു കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വെച്ചു കൊടുക്കും. അത് ശരി ശരി ശരി. താങ്ക് യു. നിങ്ങൾ ഏറ്റെടുത്തോ ബാക്കിയുള്ള ചടങ്ങുകൾ. ശരി ശരി, ടാറ്റ ടാറ്റ. അങ്ങനെ അച്ഛൻ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അച്ഛൻ പോയി. ഇനിയും അമ്മയുടെ പരിപാടിയല്ലേ മമ്മ? ഇല്ല, മനക്കുട്ടനെ ഇത് തുടച്ചൊക്കെ ഒന്ന് വെക്കും. ഇത് സത്യത്തിൽ വേദിക്കാണ് കേട്ടാ, ഇത് സത്യത്തിൽ വേദിക്ക. ഇത് പറ്റത്തില്ല, ഈ പരിപാടി പറ്റത്തില്ല. അതിനകത്ത് വേദിക്കായി പാവം എന്റെ പപ്പയാണ് പാവം കേട്ടോ. ഇവിടെ ഇതാണ് വേദിക. ഇവിടെ ഞാൻ പാവം കൊച്ചു ശീതൽ പോലെ ഉണ്ട്. എനിവേസ് മമ്മി വേറെ പരിപാടി എന്തൊക്കെയാന്ന് വെച്ചാ മോനെ തുടച്ചു പോയി. എന്നിട്ട് ഇങ്ങനെയല്ലേ തുടക്കണ്ടേ? ഞാൻ എണ്ണയെല്ലാം എടുത്തോണ്ട് വരാം. ശരി ശരി, ഓക്കെ. അങ്ങനെ മമ്മി ഇത് ഏകദേശം ഡ്രൈ ആക്കി നോക്കൂ. പോരെ? ഓക്കെ, ഡൺ. ഇനി എന്താ മമ്മി അടുത്തത്? ഇനി നമുക്ക് പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് തിളയ്ക്കുമ്പോ നമുക്ക് എല്ലാരും സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അരിഞ്ഞു വെക്കും. ഓക്കെ. ഞാനിപ്പോ അങ്ങനല്ല ചെയ്യുന്നത്. ഓക്കെ. അത് ഈ തിളയ്ക്കുന്ന എണ്ണയിലോട്ട് തന്നെ അത് ഫ്രഷ് ആയിട്ട് ചീകി ഇടുക. കിലാടി. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി സക്സസ് ആയിരുന്നു. ആ ഒരു ധൈര്യത്തിൽ അങ്ങ് ചെയ്യുക കേട്ടോ. ഓക്കെ, വാ കിലാടി. ഈ എക്സ്പെരിമെന്റ് ഞാൻ ചെയ്യുന്നു വിചാരിക്കരുത്. എനിവേസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോനെ, ഇതിനകത്ത് എണ്ണ മൂത്തോന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഇത് നോക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ എണ്ണ മൂത്തോ ഇല്ലയോ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അല്ലെങ്കിൽ എണ്ണ തിളയ്ക്കുന്നതിനെക്കാട്ടി മുന്നേ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലപോലെ ആകാതിരുന്നാലോ. ഇത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും ഈ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താണ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് നോർത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിഴങ്ങൊക്കെ ഉണ്ടല്ലോ, അവർ ഇതുപോലെ ഇങ്ങനെ ചീകി കണ്ടിട്ടുണ്ട്. ആ ഒരു ഐഡിയ വെച്ചാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം സക്സസ് ആവുമോ ഇല്ലയോ നോക്കാം കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓ, എണ്ണത്തിപ്പൊരിയിൽ ഇങ്ങനെ ജ്വാലമുഖി പൊങ്ങുന്ന പോലെ കൊള്ളാം. എൻ്റെ ദൈവമേ, ചകാന്ന് അരിഞ്ഞിടുക. ഇത്ര ഈസി ആയിരുന്നു ഇത് അരിയാൻ? ഈസി ഒന്നും അല്ലാന്ന് തോന്നുന്നു കേട്ടോ. മമ്മി, ഞാൻ ചെയ്യട്ടെ. കുറച്ച് ഉപ്പ് വെള്ളത്തിനകത്ത് കലക്കി വെക്കണേ. നമ്മൾ കോരി എടുക്കുമ്പോൾ അത് ഉപ്പ് ശകലം കുടഞ്ഞിട്ട് എടുക്കണം. ആ സമയത്താവുമ്പോൾ ശരിക്കും പിടിക്കും ഉപ്പൊക്കെ. അങ്ങനെ ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഉപ്പേരി ഏകദേശം ഒരു ഗോൾഡിഷ് കളർ പോലെ ആവുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു എൻ്റെ കണക്ക്. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ എന്താ നടക്കുന്നത്. ഒന്ന് മറിയും, ഞാൻ നോക്കട്ടെ എന്താ പരിപാടി. ഏകദേശമൊക്കെ ഒത്തു വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരണം, ഒരു കിലുക്കം വരണം.
ആ കിലുക്കം വന്നു കഴിയുമ്പോൾ കിലുക്കോ ചെറിയൊരു സൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്റെ അമ്പോ. ആ സമയത്ത് ഇത് കോരണം, അല്ലെങ്കിൽ കോരാൻ ലേറ്റായി കഴിഞ്ഞാൽ കരിയും. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റിന് വ്യത്യാസം വരും, പിന്നെ ഒരു കയ്പ്പ് വരും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഓക്കെ. പപ്പ ഇതൊക്കെ എനിക്കറിയത്തില്ല. എനിക്ക് ഒരു റെസിപ്പി ഒന്ന് യൂട്യൂബിലോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മമ്മി അല്ലെങ്കിൽ പറഞ്ഞു ഓർത്ത് ഞാൻ അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് ചോദിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. പപ്പയ്ക്ക് എങ്ങനെ ഇതൊക്കെ ഓർത്തു കിലുക്കം എന്നൊക്കെ. ഒരു കിലുക്കം പോലെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ ഏകദേശം ഞങ്ങളുടെ ഏത്തയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്രഷ്. നമ്മൾ ചൂടോടെ തന്നെ കുറച്ച് ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഉപ്പ് കലക്കിയത് ഇതിനകത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഏത്തയ്ക്ക ഉപ്പേരി കഴിഞ്ഞു. ഇതേ ഞാനെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് എന്നെ വിളിക്കാൻ നിങ്ങൾ അങ്ങ് അത്ര ക്രെഡിറ്റ് വേണ്ട, ഞാൻ നോക്കട്ടെ. ശരി. അത് ശരി, അത് ന്യായമാണല്ലോ. ചേട്ടൻ അടുത്തില്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വന്നു. കറക്റ്റാ ആണോ? ഒന്ന് തിന്നു നോക്കിയേ. ആദ്യം എന്റെ മോളൊന്ന് നോക്ക്. ഞാൻ കഴിക്കാം. കറുമുറയാണോ? ഈ കിലുക്കം വാങ്ങാൻ പറഞ്ഞു. കിലുക്കം വേണം, അതാണ് അതിന്റെ. മമ്മി പറഞ്ഞായിരുന്നു. ഓക്കെ, എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. മമ്മിന്റെ കൈപുണ്യം എന്ന് പറയാം. മമ്മിയുടെ അല്ല, പിന്നെ നമ്മുടെ എല്ലാവരുടെ ഓണത്തിന് വേണ്ടി താങ്ക് യു. ഓ മൈ ഗോഡ്. അപ്പൊ ഇവിടെ പാവങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ എന്തോന്ന് വെച്ച് ചെയ്യട്ടെ. അപ്പം ഗായ്സ്, ഇതായിരുന്നു ഞങ്ങളുടെ ഏത്തയ്ക്ക ഉപ്പേരി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ഇതുപോലെ വാങ്ങിച്ചാൽ മതി. ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. സിമ്പിൾ തരികയാണ്. നല്ല ഫ്രഷ് ആയിട്ട് പിള്ളേർക്ക് ഈവനിങ് സ്നാക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ബൈ ബൈ ഗായ്സ് എല്ലാവർക്കും.